കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ബംഗാളിലെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ആ ചീഫ് മിനിസ്റ്ററിൻ്റെ വളരെ അടുത്തൊരു കക്ഷിയെ വെടിവെച്ച് കൊന്നു. അയാൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ വെടിവെച്ച് കൊന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ അധികാരിയായിരുന്ന മമതാ ബാനർജിയും അവൾ പറയുന്നത് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്നാണ്. എന്തായാലും ശരി, ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും വയലൻസ് ആരാണിത് നടത്തുന്നത്? ഇത് പണ്ട് നടന്നിട്ടുണ്ട്. പണ്ട് അവിടെ വോട്ട് ചെയ്യാൻ പോകാൻ സമ്മതിക്കില്ല ഹിന്ദുക്കളെ. BJPക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരെ അവിടെ ബ്ലോക്ക് ചെയ്തിടും, അല്ലെങ്കിൽ അവർക്ക് പകരമായിട്ട് വേറെ ആൾക്കാർ പോയി വോട്ട് ചെയ്യും, അവിടെ വീട് അടച്ചിടും. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ബംഗാളിൽ നടന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഗവൺമെൻറ് മാറിയിരിക്കുന്നത്.